സലാമേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള കർഷക സംരക്ഷണ സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനം അതിവിപുലമായി അതിഗംഭീരമായി കർഷക റാലിയോടൊപ്പം നടത്തണം എന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാം, നിലവിലുള്ള സാമൂഹ്യ പശ്ചാത്തലം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ പിടിയിൽപ്പെട്ടുകൊണ്ട് നമുക്കൊന്ന് ഒത്തുചേരുവാനോ നമുക്കൊന്ന് സംഘടിക്കുവാനോ നമുക്കൊന്ന് പ്രതികരിക്കുവാനോ സാധിക്കാത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ പ്രതീകാത്മകമായെങ്കിലും കർഷകർക്കുള്ള അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തികച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഹാളിനകത്ത് നിശ്ചയിക്കപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചു ചേർത്തുകൊണ്ട് ഇതുപോലുള്ള ഒരു സമ്മേളനത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുൻകൈയെടുത്തത്. നമുക്കറിയാം, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണാധികാരി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കീഴിൽ അടിയറവ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഇന്നലകളിൽ കൊണ്ടുവന്ന ഹരിത വിപ്ലവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ കാർഷിക കരിനിയമങ്ങളായ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിൽ അതിവിപുലമായ കർഷക പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ആ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞ രാജ്ഭവനേക്കുള്ള മാർച്ചായിരുന്നു കഴിഞ്ഞ 28-ാം തീയതി നമ്മൾ ഈ സംസ്ഥാനത്ത് ആദ്യം നടത്തിയത്. കഴിഞ്ഞ 2-ാം തീയതി നമ്മൾ കർഷകർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തുവാനുള്ള AICCയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ 3-ാം ഘട്ട സമരം നമ്മുടെ എല്ലാ തലസ്ഥാന നഗരികളിലും ഇതുപോലുള്ള സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരായിക്കൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് വിത്തിന് സബ്സിഡി ഉണ്ടായിരുന്നു, വളത്തിന് സബ്സിഡി ഉണ്ടായിരുന്നു, കാർഷിക വായ്പകൾ ഉണ്ടായിരുന്നു, അവന്റെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുവാനുള്ള സംഭരണങ്ങൾ നടന്നിരുന്നു, അവന് താങ്ങുവില ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഒരു കർഷകന് അവൻ എന്ത് വിതയ്ക്കണം, എന്ത് കൊയ്യണം എന്ന് പോലും തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകളാക്കി മാറ്റിക്കൊണ്ട് കാർഷിക മേഖലയെ പരിപൂർണമായി കോർപ്പറേറ്റുകൾക്ക് അടിയറവ് പറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ 60% വരുന്ന ഇന്ത്യയിലെ കർഷകരെ അണിനിരത്തിക്കൊണ്ട് അടിയറവ് വയ്പ്പിക്കുമെന്നുള്ള ഉറച്ച തീരുമാനവുമായിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവ്, ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷ, നാളുകളിൽ പാവപ്പെട്ടവൻ, കർഷകൻ, കർഷക തൊഴിലാളി പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഏക നേതാവ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമ്മേളനം നമ്മൾ നടത്തുകയാണ്. കോവിഡിന്റെ അതിപ്രസരം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ സമരത്തിന്റെ രീതികൾക്കും രൂപങ്ങൾക്കും മാറ്റം വരേണ്ടിയിരിക്കുന്നു. കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന് വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചടുലമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാന്ധിയന്റെ പുത്രനായി ജനിച്ച് ഗാന്ധിയനായി വളർന്ന് ഗാന്ധിയൻ ആദർശങ്ങൾ ഇന്നും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന, പ്രതിസന്ധി ഘട്ടത്തിലും പതറാതെ ഒരു ചുവട് പോലും പിഴയ്ക്കാതെ പാർട്ടിയെ പൊതുജന മധ്യത്തിൽ അതിശക്തമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലനായ നവചൈതന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ,
അദ്ദേഹമാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഔപചാരികതയുടെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹാർദവമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ ശ്രീ താരിഖ് അൻവർജി, അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം രണ്ടാം തവണയാണ് കേരളത്തിലേക്ക് വരുന്നത്. കോവിഡിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മഹാമാരിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് കൃത്യതയോടെയും വ്യക്തതയോടെയും നടപ്പിൽ വരുത്തണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ശ്രീ താരിഖ് അൻവർജി, അദ്ദേഹത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം our AICC General Secretary, Honorable Shri Tariq Anwarji, the former Rajya Sabha, Lok Sabha MP, former Cabinet Minister, former Bihar Finance Minister. He is himself with us to inaugurate this great occasion. I welcome on behalf of the PCC, Shri Tariq Anwarji, hearty welcome to you, sir. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് എന്നെയും നിങ്ങളുടെയും ഭയത്തിന്റെയും വിഷമതയുടെയും ആകുലതകളുടെയും തല്ലിവിട്ടപ്പോൾ ആ സന്ദർഭം ഒരു അസുലഭ സന്ദർഭമായി കണക്കിലെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കാമെന്നുള്ള ഗൂഢപദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സ്വൈര ജീവിതം പോലും അപകടത്തിലും അവതാളത്തിലുമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ധിക്കാരിയും ദാർഷ്ട്യക്കാരനുമായ മുഖ്യമന്ത്രിയെ തെളിവുകൾ നിരത്തി പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളും കൊള്ളരായ്മകളും പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ ധർമ്മം ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ പി സി ചാക്കോ, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ്, CWCയുടെ മുൻ അംഗം, ഡൽഹിയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശക്തി പകരുവാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച എത്രയും പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ വക്താവ് കൂടിയായ ശ്രീ പി സി ചാക്കോ അവർകളെ ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ UDFന്റെ കൺവീനർ, മുൻ KPCയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ MM ഹസൻ അവർകളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ശ്രീ തോമസ് മാസ്റ്റർ, ഭക്ഷ്യ സുരക്ഷാ ബിൽ അടക്കമുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രീ സോണിയാഗാന്ധി നിർദ്ദേശം നൽകിയപ്പോൾ അതെല്ലാം കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിച്ച മുൻ കൃഷിമന്ത്രി കൂടിയായ ശ്രീ KV തോമസ് മാസ്റ്ററെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ KPCയുടെ ഉപാധ്യക്ഷന്മാർ ശ്രീ ശരചന്ദ്ര പ്രസാദ്, ശ്രീ ശൂരനാട് രാജശേഖരൻ, ശ്രീ മോഹൻ ശങ്കർ, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ പാലോട് രവി, ശ്രീ മണക്കാട് സുരേഷ്, ശ്രീ VJ പൗലോസ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ പഴകുളം മധു, ശ്രീ MM നസീർ, ശ്രീ M മുരളി, ശ്രീ ദീപ്തി, ശ്രീ മാത്യു, ശ്രീ കോശി M കോശി, ശ്രീ രതികുമാർ, ശ്രീ വിജയൻ തോമസ്, ശ്രീ തങ്കപ്പൻ, KPCCയുടെ DCCയുടെ പ്രസിഡന്റുമാർ ശ്രീ നെയ്യാറ്റിങ്കര സനൽ, ശ്രീമതി ബിന്ദു, ശ്രീ ലിജു, ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, നമ്മളോടൊപ്പമുള്ള ശ്രീ ലാൽ കൽപ്പകവാടി, ഇവിടെ എത്തിച്ചേർന്ന KPCയുടെ മുഴുവൻ സെക്രട്ടറിമാർ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകളാണ്. ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കർഷക രക്ഷാ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ആഗ്രഹനായിട്ടുള്ളത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി, കേരളക്കാർക്ക് സുപരിചിതനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ താരിഖ് അൻവർജി ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനും മുഖ്യ പ്രഭാഷണം നടത്താനും ആഗതനായിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനഭാജനമായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ, UDFൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ശ്രീമാൻ MM ഹസൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ദീർഘവർഷക്കാലം പാർലമെൻറ്റ് അംഗമായിരുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ച നമുക്കെല്ലാം തന്നെ എത്രയും അഭിവന്ദനായ ശ്രീമാൻ PC ചാക്കോ, ഇന്നത്തെ കർഷക രക്ഷാ സംഗമത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച നടത്തുമ്പോൾ ഈ രാജ്യത്ത് ഭക്ഷ്യ സുരക്ഷിത നിയമം അത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ അതിസമർത്ഥമായി അത്തരമൊരു ബില്ല് പാർലമെൻറ്റിൽ പൈലറ്റ് ചെയ്ത എൻ്റെ ചിരകാല സ്നേഹിതൻ പ്രൊഫസർ KV തോമസ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമാരാധ്യരായ നേതാക്കന്മാരെ, ഇന്നത്തെ ഈ സംഗമത്തിൽ എല്ലാ അർത്ഥത്തിലും ആരോഗ്യ സുരക്ഷാ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, കർഷക സുഹൃത്തുക്കളെ, കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ലാൽ വർഗീസ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരെ, ഈ ഒരു സംഗമത്തിന് സ്വാഗതം ആശംസിച്ചിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ KP അനിൽകുമാർ അടക്കമുള്ള നേതാക്കന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഇന്ന് രാജ്യമാസകലം കൃഷിക്കാർ പ്രക്ഷുബ്ധരായിരിക്കുകയാണ്. അവർ പ്രക്ഷോഭത്തിൻ്റെ പാതയിലൂടെയാണ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 62 ലക്ഷം കർഷകന്മാർ ഇന്ന് നിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ട് അവിടെ അമർഷവും പ്രതിഷേധവും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് സർക്കാർ അവിടെ കാണിച്ച വഞ്ചനക്കേരായിക്കൊണ്ട് സമരപന്ഥാവിലൂടെ മുന്നോട്ട് പോകുന്നത്. ആ സമരത്തിന് എല്ലാ തരത്തിലുമുള്ള നേതൃത്വം കൊടുത്തുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ, നമുക്കെല്ലാം തന്നെ പ്രിയങ്കരിയായ സോണിയാജി, അതുപോലെ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ശ്രീ രാഹുൽജി, അതുപോലെ തന്നെ പ്രിയങ്കാജി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഇന്ന് നമ്മെയും രാഷ്ട്രത്തെയും ഒക്കെ തന്നെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കർഷക സംഗമം ഇവിടെ നാം നടത്തപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത്? അതിൻ്റെ മുന്നോടിയായി കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ഇങ്ങോട്ടേക്ക് ഏതാണ്ട് 5-10 ദിവസം മുമ്പേ വന്നിട്ടുള്ള ശ്രീമാൻ താരിഖ് അൻവർജി, അദ്ദേഹത്തിൻ്റെ പ്രഥമ പത്രസമ്മേളനത്തിൽ വളരെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് ഇതിൻ്റെ 3ാം ഘട്ട പരിപാടി എന്ന രൂപത്തിൽ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആഗതനായിട്ടുള്ളത്. അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. നമ്മുടെ പാർലമെൻറ്റിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ്
NDA സർക്കാർ, ആ NDA സർക്കാരിലെ ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഇത്തരമൊരു നിയമം, കുപ്രസിദ്ധമായ വിവാദപൂർണമായ നിയമം ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയത്. നമ്മുടെ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കായ കർഷകന്മാരുടെ അവരുടെ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് ജനോപകാരപ്രദമായ ഒരു ബില്ലാണ് അങ്ങ് കൊണ്ടുവന്നെങ്കിൽ, ആ കർഷക താല്പര്യങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുവന്നൊരു ബില്ലാണെങ്കിൽ പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കാതെ, പാർലമെന്റിൽ ചർച്ച നടത്താതെ ധൃതി പിടിച്ചുകൊണ്ട് ഒരപ്പം ചുടുന്ന ലാഘവത്തോടുകൂടി തന്നെ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെന്ന കാര്യം അദ്ദേഹം ആദ്യമായിട്ട് വിശദീകരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ കർഷകന്മാർക്ക് പരിപൂർണമായ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധീരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ നാം കണ്ടതാണ്. പ്രിയങ്കരനായ രാഹുൽജിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അവിടെ പോയപ്പോൾ 10,000-കണക്കായ കൃഷിക്കാരാണ് ആവേശവും അവർക്ക് വരവേൽപ്പ് കൊടുത്തെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ കൃഷിക്കാരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, കോൺഗ്രസിന് എന്താ ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ അന്നത്തെ യാത്രയിൽ പങ്കെടുത്തു എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. എന്താണ് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം? ആ മുദ്രാവാക്യത്തിന്റെ അനുരണനം ഇപ്പോൾ കേവലം പഞ്ചാബിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് അനുരണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന മുദ്രാവാക്യം ഖേത്തി ബചാവോ എന്നാണ്. ഈ രാജ്യത്തെ കർഷകന്മാരെ, ഈ രാജ്യത്തെ കൃഷിക്കാരെ രക്ഷിക്കുക. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിറയൽ അനുഭവപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നതെന്ന് മാത്രമല്ല റിപ്പോർട്ട് ചെയ്ത് നൽകിയിട്ടുള്ളത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളന കാലത്താണ് ഇത്തരമൊരു നിയമം ഇവിടെ പാസ്സാക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായത്. ആ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ പതിവായിട്ട് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ദീർഘവർഷക്കാലം പാർലമെന്റിൽ നിന്ന് എനിക്കും ശ്രീ രമേശ് ജിക്കും ശ്രീമാൻ ചാക്കോയ്ക്കും ശ്രീമാൻ തോമസിനും ഒക്കെ തന്നെ കാര്യം വളരെ നന്നായിട്ടറിയാം. ഒരു പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ചില നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്താണ് ആ നടപടിക്രമം? ആ നടപടിക്രമം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ, അവരെല്ലാം വിളിച്ചുകൊണ്ട് സ്പീക്കർ ചർച്ച നടത്താറുണ്ട്. സർക്കാരിന്റെ പ്രതിനിധി, അത് മന്ത്രിമാരാകട്ടെ ചിലപ്പോൾ പ്രധാനമന്ത്രിയാകട്ടെ, വിളിച്ചുകൊണ്ട് സംവാദം നടത്തിക്കൊണ്ട് ആ ഹൃദയ സംവാദത്തിലൂടെയാണ് ബില്ലുകൾ പാസ്സാക്കാറ്, പ്രത്യേകിച്ച് സുപ്രധാനമായ ബില്ലുകൾ. പക്ഷെ ഈ ബില്ലിന്റെ കാര്യത്തിൽ ആ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ല. ആ 3 ബില്ലുകളും കർഷക വിരുദ്ധമാണ്, കർഷകന്മാരുടെ താല്പര്യത്തെ പരിപൂർണമായിട്ട് ഹനിക്കുന്നതാണ്. അതാണ് ഈ രാജ്യത്ത് കൃഷിക്കാരെ രോഷാകുലരാക്കിയിരിക്കുന്ന കാര്യം. ഒരു ഹ്രസ്വകാലം ഞാൻ കേന്ദ്രത്തിൽ കൃഷി വകുപ്പിന്റെ ചുമതലയുള്ളൊരു മന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ബൽറാം ജാക്കർ, ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ കൂടെ ആ മന്ത്രാലയത്തിൽ പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ അനുസരിച്ച് അതൊരു സംസ്ഥാന വിഷയമാണ്, സ്റ്റേറ്റ് സബ്ജക്ട്. പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള ട്രേഡ്, അതുപോലെ തന്നെ വ്യാപാരം, ഇതൊക്കെ തന്നെ നടത്തുന്നത് കൺകറന്റ് ലിസ്റ്റിലുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഏത് സംസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ചർച്ച നടത്തിയത്? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഒരു സംസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്തില്ല. നമ്മുടെ പാർലമെന്റ് നോക്കുകുത്തിയായിക്കൊണ്ട് പാർലമെന്റിന്റെ പിറകിൽ കൂടിയാണ് ഇത്തരമൊരു നിയമം പാസ്സാക്കിയത്. നമ്മുടെ പാർലമെന്റിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ജനാധിപത്യ മതേതൃത്വത്തിന്റെ കാവൽഭടനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തുടങ്ങിയ പാരമ്പര്യമാണ്. ചർച്ചകളിലൂടെ, വിശദമായ ചർച്ചകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ട് സകല സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ടാണ്
സാധാരണ നിയമങ്ങൾ പാസ്സാക്കാറുള്ളത്. അതാണ് നാം ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച ഉജ്ജ്വലമായ നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം. പക്ഷെ ആ പാരമ്പര്യത്തെ തകിടം മറിച്ചുകൊണ്ട് ചവിട്ടിമതിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലോകസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അവരുടെ ഘടകകക്ഷികൾക്കും മൃഗീയമായ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ പ്രസ്ഥാനം, അതോടൊപ്പം ഇന്ത്യയിലെ ഘടകകക്ഷികളായിട്ടുള്ള ഈ ബില്ലിനെ വിയോജിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്താതെ ഈ നിയമം പാസ്സാക്കിയത് ശരിയാണോ? ഞങ്ങൾക്ക് ചോദിക്കാനുള്ള മൗലികമായ ചോദ്യമാണ്. അവിടെ അനായാസമായിട്ടാണ് ആ ബില്ല് പാസ്സാക്കിയത്. പക്ഷെ കേരളത്തിലെ നമ്മുടെ കോൺഗ്രസിന്റെ ചുണക്കുട്ടികളായിട്ടുള്ള അംഗങ്ങൾ പോലും ലോകസഭയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആരൊക്കെ തന്നെ പരാതി പറഞ്ഞാലും ആ പാർലമെന്റ് രേഖകൾ പരിശോധിച്ചാൽ ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. കാരണം രാജ്യസഭയിൽ BJPക്ക് NDAക്ക് ഭൂരിപക്ഷമില്ല. അവിടെ അകാലിദളുടെ മന്ത്രിയടക്കം രാജിവെച്ചിരിക്കുന്നു. ഈ ബില്ലിനെ അവിടെ പ്രതിരോധിക്കാം, ആ ബില്ലിനെ അവരുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്താം. ബില്ല് പാസ്സാകില്ല എന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുണ്ടായത്. അവിടെ ചർച്ച നടന്നോ? ഇപ്പോൾ എല്ലാം സുതാര്യമാണ്. ചില നേരങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഗവൺമെന്റ് പാർലമെന്റിന്റെ പ്രശസ്തമായിട്ടുള്ള ആ ലോകസഭ രാജ്യസഭ TV ഓഫ് ചെയ്യാറുണ്ടെങ്കിൽ പോലും അല്ലാത്ത സന്ദർഭങ്ങളൊക്കെ തന്നെ നന്നായിട്ട് കണ്ടവരാണ്. അത് ഓഫ് ചെയ്യാത്ത സന്ദർഭത്തിൽ അവിടെ ഉണ്ടായ നാടകം എന്താണ് എല്ലാവർക്കും തന്നെ അറിയാം. അവിടെ ചർച്ച നടത്തരുതെന്നും ഗവൺമെന്റ് നിർബന്ധമുണ്ടായിരുന്നു. ബില്ല് വോട്ടിലുണ്ടാകാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. രാജ്യസഭയിലോ ലോകസഭയിൽ അംഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചായാലും ആ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഒരു ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ അനുവദിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വരെ അനുവർത്തിച്ച കീഴ്വഴക്കവും പാരമ്പര്യവും നമ്മുടെ പാർലമെന്റിന്റെ നിയമങ്ങളൊക്കെ അനുശാസിക്കുന്ന കാര്യവുമെന്നും ഞാൻ പറയാതെ പാർലമെന്ററി പ്രൊസീജിയറിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് വളരെ വിശദമായിട്ട് അറിയാം. പക്ഷെ ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. കോൺഗ്രസ് ശക്തമായ നിലപാടാണ് ലോക്സഭയിലും രാജ്യസഭയിലും എടുത്തത്. ഡിവിഷൻ അനുവദിക്കാത്ത ഈ ഗവൺമെന്റ് ആയിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യസഭയിലെ MP-മാർ അവർ 8 പേരെ മാർഷലുകളെ അപൂർവമായിട്ട് മാത്രമേ മെമ്പർമാരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളൂ എന്നതാണ് ഈ പരമാർത്ഥമെങ്കിൽ ആ മാർഷലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 8 അംഗങ്ങളെ അവിടെ ശാരീരികമായി തന്നെ അവരെ ദേഹോപദ്രവം ചെയ്തുകൊണ്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ച നാം രാജ്യസഭയിൽ കണ്ടത്. അത് 2-3 അംഗങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങളാണ്. പ്രഗത്ഭന്മാരായിട്ടുള്ള അംഗങ്ങൾ, മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ പാർലമെന്റ് ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അംഗങ്ങളാണ് ആ അംഗങ്ങൾ. ഈ നിയമങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കണം. വിശദമായിട്ട് ബഹുമാന്യായ താരിഖും മറ്റ് നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. ഈ നിയമം പാസ്സായി കഴിഞ്ഞ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മുടെ കാർഷിക മേഖല അത് പൂർണ്ണമായിട്ടും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് അത് എഴുതി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. അംബാനിയും അഡാനിയും അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവരുടെ കൈകളിലേക്ക് നമ്മുടെ ഭൂമി പോകാൻ പോകുന്നു. അവർക്ക് എല്ലാ ഭൂമിയിൽ അവകാശവും കിട്ടാൻ പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത് നിഷേധിക്കാൻ BJPക്ക് സാധിക്കുമോ? പിന്നീട് മിനിമം സപ്പോർട്ട് പ്രൈസ് വിശദമായിട്ട് തോമസ് സംസാരിക്കുന്നതോട് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന താങ്ങുവില എത്രയോ വർഷക്കാലമായി കോൺഗ്രസ് കൊണ്ടുവന്നാണത്. ഇവിടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, കാർഷിക ഉൽപ്പന്നത്തിന്റെ ബെഞ്ച് വില അത് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കും. ആ ബെഞ്ച് വിലയിൽ കുറഞ്ഞ് കൃഷിക്കാർക്ക് വില കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ നിയമമാണ് ആ നിയമം. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് പരിപൂർണമായിട്ടും അബോലിഷൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില നാളെ തൊട്ട് കൃഷിക്കാർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് പരമാർത്ഥം. ഇതൊക്കെ പറഞ്ഞ ആപത്കരമായ മറ്റൊരു കാര്യം, ഞാൻ വീണ്ടും കോർപ്പറേറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആ കോർപ്പറേറ്റുകൾക്ക് കൃഷി കരാർ വ്യവസ്ഥയിൽ കൊടുക്കുന്നു. ഈ സമ്പ്രദായം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ അമേരിക്കയിൽ, തെക്കൻ അമേരിക്കയിൽ അത് നടപ്പിലാക്കി പരാജയപ്പെടുകയും കോർപ്പറേറ്റുകൾ ഈ രാജ്യത്ത് കൃഷിക്കാരെ വഞ്ചിച്ച് അവരെ ചതിച്ച്
അവിടെ പ്രക്ഷോഭം പോലുമുണ്ടായ കഥയും ലോകത്തിന്റെ ആ കാർഷിക രംഗം പരിശോധിക്കുന്ന ആളുകൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കർഷകന്മാരായ ആളുകൾ എന്ത് ചെയ്യണം? അവരെന്ത് കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ തന്നെ നിശ്ചയിക്കാൻ പോകുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളാണ്. കർഷകരെ ഭൂമിയുടെ അവകാശത്തിൽ നിന്ന് പരിപൂർണമായിട്ടും ബഹിഷ്കൃതമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. MSP കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ, ഡോക്ടർ MS സ്വാമിനാഥൻ, നമുക്ക് അഭിമാനമുള്ള ലോക പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ, മങ്കുപ്പുകാരൻ, ആ ഡോക്ടർ സ്വാമിനാഥനെ വെച്ചുകൊണ്ട് നമ്മൾ ഒന്നാം തരം കാർഷിക രംഗത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ ഡോക്ടർ സ്വാമിനാഥൻ എന്താണ് പറയുന്നത്? മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടിയെങ്കിലും ആയിരിക്കണം എന്നാണ് അദ്ദേഹം ശുപാർശ ചെയ്തിരിക്കുന്നത്. ആ ശുപാർശ ഏറ്റുവാങ്ങിയത് കോൺഗ്രസ് ആണ്. ആ കമ്മീഷൻ നിയോഗിച്ചാട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UPA ഗവൺമെന്റ് അധികാരത്തിലുണ്ടായ സമയത്താണ്. കേന്ദ്രം നിശ്ചയിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ആ പറയുന്ന ബെഞ്ച് മാർക്ക് അത് കേന്ദ്രം നിശ്ചയിക്കുമ്പോൾ കൃഷിക്കാർക്ക് ലാഭകരമായി കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞ് NDA സർക്കാർ അധികാരത്തിന് ശേഷം സ്വാമിനാഥൻ കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ശാന്തകുമാറിനെ വെച്ചുകൊണ്ട് മറ്റൊരു കമ്മിറ്റി എടുക്കണ്ടായി. ആ കമ്മിറ്റി എന്ത് പറഞ്ഞു? ആ കമ്മിറ്റി സുചിന്തിതമായ ഭാഷയിൽ പറഞ്ഞു, MSP വേണ്ട, മിനിമം സപ്പോർട്ട് പ്രൈസ് വേണ്ട, അത് നമ്മുടെ രാഷ്ട്രത്തിന് വലിയ ബാധ്യതയാണെന്ന് അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് അവരെന്താണ് പറഞ്ഞത്? മോഡി എന്താണ് പറയുന്നത്? ആ മിനിമം സപ്പോർട്ട് പ്രൈസ് അതില്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒറ്റ വർഷം 1,00,000 കോടി രൂപ ഗവൺമെന്റ് സമ്പാദിക്കാൻ സാധിക്കുമെന്നാണ് ഈ പിന്തിരിപ്പൻ ഗവൺമെന്റ് പറഞ്ഞത്. കർഷകരുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പറഞ്ഞത് 1,00,000 കോടി രൂപ ലാഭിക്കാൻ സാധിക്കും എന്ന ഈ പറയുന്ന ശാന്തകുമാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് അത് അബോലിഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ ശ്രീമാൻ തോമസ് ഇവിടെയുണ്ട്, അദ്ദേഹം ആ കാര്യങ്ങളെക്കുറിച്ച് പറയും. നാഫെഡ്, ഞാൻ പണ്ട് മന്ത്രിയായതുകൊണ്ട് അതിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴൊക്കെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്താൻ സാധിക്കുന്ന ലോകപ്രശസ്ത ഏജൻസിയാണ് നാഫെഡ്. ഏറ്റവും കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് നാഫെഡ്. ഇഞ്ചിക്ക് പണ്ട് വില കുറഞ്ഞ കാലത്താണ് ഞാൻ ഡൽഹിയിൽ മന്ത്രിയായത്. ഇവിടെ കൃഷിക്കാരും ഗവൺമെന്റും ഒക്കെ തന്നെ കാര്യം എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സമാരാധരായ കോൺഗ്രസ് നേതാക്കന്മാർ അടിയന്തരമായി നാഫെഡ് കൊണ്ട് ഇടപെടിച്ചുകൊണ്ട് അവസാനത്തെ ഇഞ്ചിയും സംഭരിക്കാൻ വേണ്ടി സാധിച്ചുകൊണ്ട് ഇഞ്ചി കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. അതിനൊറ്റയുടെ സന്ദർഭങ്ങളിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ നാഫെഡിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവരാണ് ധാന്യം സംഭരിക്കുന്നത്. ആ ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ ഇനി വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭരണമൊന്നും ഇനി വേണ്ട, ഇത് നമ്മുടെ ചുമതലയല്ല, അതാര് വേണമെങ്കിലും നടത്തട്ടെ, കോർപ്പറേറ്റുകളാണ് മെടുക്കന്മാർ, അവർക്ക് വേണ്ടത് അവർ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. ഇതിലൊക്കെ പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന എൻ്റെ സ്നേഹിതൻ താരിഖ് ജി, അതുപോലെ രമേശ് ജി, ചാക്കോ അടക്കമുള്ള നേതാക്കന്മാർ ആ കാര്യം പറയും. തോമസിനും ആ കാര്യം അറിയാം. ഇവിടെ എത്രയോ വർഷക്കാലമായി നമ്മുടെ രാജ്യത്തൊരു മണ്ഡി സിസ്റ്റം അല്ലെങ്കിൽ വലിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചന്ത നിൽക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത്. ആ ചന്തകളുടെ ലക്ഷ്യം എന്താണ്? കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ യഥാസമയം ഈ മണ്ടിയിൽ എത്തിക്കും. ആരാണ് ഇന്ത്യയിലെ കൃഷിക്കാർ? 86% കൃഷിക്കാരും 5 ഏക്കറിൽ താഴെ ഏറെ മാത്രമുള്ള കൃഷിക്കാരാണ്. ചെറുകിട കൃഷിക്കാരാണ് ഇന്ത്യ രാജ്യത്തുള്ള 86% ആളുകൾ. നരേന്ദ്രമോദി എന്താണ് പറയുന്നത്? എന്തിനാണ് മണ്ടി? എവിടെ വേണമെങ്കിലും ആൾക്ക് സാധനം കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കുമല്ലോ. പ്രിയപ്പെട്ട മോഡി അങ്ങ് പറയണം, 5 ഏക്കർ ഭൂമിയുള്ള പാവപ്പെട്ട കൃഷിക്കാരൻ അവന്റെ ഉൽപ്പന്നങ്ങൾ ഏത് സംസ്ഥാനത്താണ് കൊണ്ടുപോകുക? അതെങ്ങനെ സാധിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? അങ്ങ് വിശദീകരിക്കണം. സാധിക്കില്ല. മണ്ഡി സിസ്റ്റം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട വില കിട്ടുന്നു. അവിടെ വീട്ടുമുറ്റത്തിന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു.
അവർക്ക് ന്യായമായ ലാഭകരമായ വില കിട്ടുന്നത് കൊണ്ട് ആ മണ്ഡി സമ്പ്രദായം വേണ്ട എന്നാണ് പറയുന്നത്. ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? അതുപോലെ APMSP എന്ന് പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് സിസ്റ്റം, അതും വേണ്ട എന്നാണ് പറയുന്നത്. അന്നും വേണ്ട, ഒരു മണ്ഡി സിസ്റ്റം ഇവിടെ വേണ്ട, ഇഷ്ടം പോലെ ഇവിടെ വേണമെങ്കിൽ കൊണ്ടുപോട്ടെ എന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയ സ്നേഹിതൻ, പ്രിയങ്കരനായ നമ്മുടെ അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ്ജിയുടെ സ്വന്തം നാടായ ബീഹാർ, ആ ബീഹാറിൽ APMS അബോലിഷൻ നടത്തിയപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നം എത്രയാണ്? കൃഷിക്കാർ രോഷാകുലരായി, തങ്ങൾക്ക് മെച്ചപ്പെട്ട വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രക്ഷോഭത്തിന്റെ പാതയിൽ പോയി. അവസാനം ഗവൺമെന്റിന് അത് തിരുത്തേണ്ടി വന്നു എന്നതാണ് പരമാർത്ഥം. പിന്നെ ഈ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിന്റെ മൗലികമായ തത്വങ്ങളുടെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് ഈ ബില്ല് ലോക്സഭ പാസാക്കിയത്. എല്ലാം വിറ്റു തുലക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്ര ദാമോദർ സാർ മോദിയുടെ ഈ കോർപ്പറേറ്റ് ഭരണം, അവർ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് പണ്ഡിറ്റ് വളർന്ന ഒരു ശിശുവാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ രാജ്യത്ത് തുടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൈകോർത്ത് പിടിച്ചുകൊണ്ട്, അവർ തമ്മിൽ സമരസപ്പെട്ടുകൊണ്ട്, എന്നാൽ പൊതുമേഖലയ്ക്ക് ഒരു കമാൻഡ് ഹൈറ്റ്സ് ഉണ്ടാക്കുന്ന ദിനം, അതാണ് എൻ്റെ സ്വപ്നത്തിലെ ഏറ്റവും സുവർണ ദിവസം എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിറ്റ് വളാറുള്ളൂ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ലാഭകരമായി നടക്കുന്നു. നവരത്ന കമ്പനികൾ അതുപോലുള്ള സ്ഥാപനങ്ങളായിരുന്നു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിന് മാതൃകാ സ്ഥാപനങ്ങൾ. എല്ലാം നിങ്ങൾ തൊളിച്ചില്ലേ? എല്ലാം നിങ്ങൾ തകർത്തില്ലേ? ഏറ്റവും കൂടുതൽ എന്തുണ്ടായി? നമ്മൾ റെയിൽവേ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. വിമാനത്താവളം നിങ്ങൾ വിറ്റിരിക്കുന്നു. ആകാശവും ഭൂമിയും വിൽക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. ഈ രാജ്യത്തൊന്നും വേണ്ട, എല്ലാ മുതലാളിമാർ കൊണ്ടുപോകട്ടെ. ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ചങ്ങാത്ത മുതലാളിമാരെ വരിക വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വാഗതം വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നാൽ കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവർ എവിടെയാണ് ഈ സമരത്തിൽ നിൽക്കുന്നത്? അഖിലേന്ത്യാ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണാനില്ല. പണ്ടൊക്കെ തന്നെ കർഷക സമരം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്ന് 5000 കോടി മഹാരാഷ്ട്രയിലാകട്ടെ, ഹരിയാനയിലാകട്ടെ, പഞ്ചാബിലാകട്ടെ അയച്ചുകൊണ്ട് ആരെയോ കുറെ ആളുകളെ വാടക നിർത്തിക്കൊണ്ട് ആ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി. ആ പാർട്ടിയുടെ പൊടി പോലും ഈ സമരരംഗത്ത് നമ്മൾ കണ്ടില്ല. എങ്ങോട്ടാണ് നിങ്ങൾ? അവസാനം എല്ലാവരെയും വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി നിയമം ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഏത് സുപ്രീം കോടതിയിൽ? എന്താണ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം? ഞങ്ങൾക്കറിയണം. ഈ കർഷക ദ്രോഹം, ആ കർഷക ദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും NDAയുടെയും കാർബൺ പതിപ്പാണ് ശ്രീമാൻ പിണറായി വിജയന്റെ 4.25 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണമെന്ന് ഞാൻ പറയട്ടെ. മൂലധന ശക്തികളും ചങ്ങാത്ത മുതലാളിത്തവുമായിട്ടാണ് നിങ്ങൾ എന്തെന്നില്ലാത്ത ബാന്ധവത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രളയം നടന്നപ്പോൾ 17,000 കോടി നമ്മുടെ കൃഷിക്കാർക്ക് നാശമുണ്ടായി. എന്തെങ്കിലും നിങ്ങൾ കൊടുത്തു കൃഷിക്കാർക്ക് വേണ്ടി? ആ കൃഷിക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീരെടുക്കുന്ന മുഖ്യമന്ത്രി, അങ്ങേക്ക് കൃഷിക്കാരോട് കരുണയുണ്ടോ? ആ കൃഷിക്കാരുടെ നിങ്ങളുടെ ബന്ധം എന്താണ്? അതുപോലെ കുട്ടനാട്, എൻ്റെ ആലപ്പുഴയിൽ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 2000 കോടി രൂപയുടെ പാക്കേജല്ലേ നിങ്ങൾ കുട്ടനാട്ടിൽ പ്രഖ്യാപിച്ചത്? എന്തു നിങ്ങൾ ചെയ്തു? ഒന്നും ചെയ്തില്ല. വയനാട് നോക്കിക്കൊണ്ടിരുന്നു, വയനാടിന് പ്രത്യേകമായ പാക്കേജ് എന്ന് പറഞ്ഞാൽ 1000 കോടി അവിടെയും പറഞ്ഞു. ഇടുക്കിക്കാർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇടുക്കി പാക്കേജ് 1000 അവിടെയും പറഞ്ഞു. എവിടെയാണ് മുഖ്യമന്ത്രി നിങ്ങൾ പണം ചെലവഴിച്ചത്? പാക്കേജ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? വിശദീകരിക്കണം. പിന്നെ കാർഷിക കടകൾക്ക് മൊറട്ടോറിയം, അതുകൊണ്ട് എന്ത് കാര്യം? ആ മൊറട്ടോറിയം തൽക്കാലം കൊടുത്തു എന്ന് വന്നതുകൊണ്ട് ആ മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞാൽ കൂട്ടുപലിശയ്ക്ക് ഈ കർഷകന്മാരെ എറിഞ്ഞു കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദമായി പറയുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും കൃഷിക്കാരുടെ കൂടിയാണ്. ചരിത്രം പരിശോധിക്കുക. മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് ദേശീയ പ്രസ്ഥാന കാലത്ത് ചമ്പാരനിലെ, ആ ചമ്പാരൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട താരിഖ്ജിയുടെ നാടായ ബീഹാറിലാണ് ചമ്പാരൻ. ആ ചമ്പാരൻ നീലം കൃഷിക്കാർ, ആ നീലം കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി
ജീവൻ കൊടുത്തുകൊണ്ട് ആ കൃഷിക്കാരുടെ കൂടെ നിലയുറപ്പിച്ച മഹാനാണ്. ഒറ്റമുണ്ട് മാത്രമെടുത്ത് മുളവടിയുമായിക്കൊണ്ട് ആ സമരരംഗത്ത് ധീരനായി നിന്ന മഹാത്മാഗാന്ധി എന്ന് ഞാൻ ഓർക്കുന്നു. ആ ഗാന്ധിയാണ് സ്വന്തം നാടായിട്ട് ഗുജറാത്തിൽ ഖെദ്ദയിലെ കൃഷിക്കാർക്ക് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തിയത്. ആരാണ് കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്ന് പറഞ്ഞ പ്രസ്ഥാനം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവും അതേക്കുറിച്ച് ചിന്തിക്കുന്നത് എത്രയോ മുമ്പ് കൃഷിഭൂമി കൃഷിക്കാരനാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സെമീദാരി സമ്പ്രദായം അവസാനിപ്പിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നിഷേധിക്കാൻ സാധ്യമല്ല. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ദർശനമുണ്ടായിരുന്നു. ആ മഹാനായ ക്രാന്തദർശി ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? വി ക്യാൻ വെയിറ്റ് ഫോർ എനിത്തിങ് ബട്ട് അഗ്രികൾച്ചർ. എന്തിനു വേണ്ടിയും നമുക്ക് കാത്തിരിക്കാം, പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ കാത്തിരിപ്പ് സാധ്യമല്ല. ഇതൊരു കാർഷിക രാജ്യമാണ്. ഈ രാജ്യത്ത് കൃഷിക്ക് എന്തെങ്കിലും ഒരു സ്തംഭനമോ തകർച്ചയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രം സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയായിരുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ കാർഷിക ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിക്കൊണ്ട് ഈ രംഗത്ത് നവനവങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. ഇന്ദിരാഗാന്ധിയെ മറക്കാൻ സാധ്യമല്ല. ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് ഇന്ന് ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയിട്ടുള്ള പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധി, ധവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് ലോകത്തിലെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിക്ക രാജ്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ മാറ്റി കൃഷിക്കാരെ സഹായിച്ച പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് നമ്മുടെ ചരിത്രം. ഓർക്കണം സ്നേഹിതന്മാരെ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 62 കോടി ജനങ്ങളുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്ത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിച്ചു പോയിട്ടുള്ള 10,000 രാജ്യത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന 4 വർഷം മുമ്പാണ് ബംഗാളിലെ കുപ്രസിദ്ധമായ ക്ഷാമം ഉണ്ടായത്, ബംഗാൾ ഫാമിൻ. ഡോക്ടർ അമർത്യ സെൻ പറഞ്ഞത് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ഡൈഡ് ഇൻ ദി ഫാമിൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മരിച്ചു പോയിട്ടുള്ളത് ആ ഫാമിനിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇന്ത്യ, ഒരു നേരത്തെ ഭക്ഷണത്തെ വകയില്ലാത്ത ഇന്ത്യ, ആ ഇന്ത്യക്കാരോട് പണ്ഡിറ്റ് ജവഹർലാൽ പറഞ്ഞത് എന്താണ്? നമുക്ക് ദാരിദ്ര്യം അവസാനിപ്പിക്കണം, നമുക്ക് പട്ടിണി അവസാനിപ്പിക്കണം, അവസരപരമായ അസമത്വം നമുക്ക് ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഗസ്റ്റ് 15-ാം തീയതി 1947 അർദ്ധരാത്രിയിൽ ഈ യാത്ര പുറപ്പെട്ടത്. ആ യാത്രയിൽ നാം വിജയിച്ചു. പ്രിയപ്പെട്ട തോമസിന്റെ കൈകൊണ്ട് അത്തരമൊരു നിയമം പയ്യേറ്റ് ചെയ്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയത് മാത്രമല്ല, നമുക്ക് ആവശ്യത്തിൽ കഴിഞ്ഞ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഗോതമ്പും അരി കയറ്റുന്ന രാജ്യമായിട്ട് നമുക്ക് മാറിയെങ്കിൽ കോൺഗ്രസിന് നേട്ടമാണ്. കൃഷിക്കാർക്ക് പ്രശ്നമുണ്ടായപ്പോൾ 72,000 കോടി കൊടുത്തവരാണ് നമ്മളാണ്. അങ്ങനെയുള്ള പാർട്ടിയാണ് മഹാനായ രാഷ്ട്രപിതാവിന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ശ്രീ രാഹുൽജിയുടെ നേതൃത്വത്തിൽ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിൽ രാജ്യത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള സമരത്തിലേക്ക് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അഭിമാനിക്കാം, ഈ രാജ്യത്തെ കൃഷിക്കാരോടൊപ്പം നമ്മളുണ്ട് എന്ന കാര്യം. രാഹുൽജി പഞ്ചാബിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ, ഈ 3 ബില്ലുകളും ഞങ്ങൾ ചരിത്രത്തിന് ചവറ്റുകൊട്ടയിലേക്ക് ആ ബില്ല് വലിച്ചെറിയുമെന്ന കാര്യം അദ്ദേഹം പറഞ്ഞുവെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. അത്തരമൊരു നേതൃത്വമാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. ആ കൃഷിക്കാരോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് സംബന്ധമായിട്ടുള്ള കർഷക സംഗമത്തിൽ പങ്കെടുക്കാനാണ് പ്രിയങ്കരനായ മൈ ബിലവ്ഡ് ഫ്രണ്ട് Mr. Tariq J, General Secretary of Indian National Congress, has reached to Trivandrum. I don't want to introduce him because he is well known to the people of Kerala. He needs no introduction. Mr. K.P. Anil Kumar has in fact introduced him to you last time also. When I had occasion, I introduced him to the people of Kerala. Again I say that he needs no introduction. അദ്ദേഹം ഇവിടെ വന്നത് നമുക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം ഈ പരിപാടിയുടെ അത്ഭുത ഉദ്ഘാടനം നടത്താൻ വേണ്ടി വന്നുവെന്നാൽ നമ്മൾക്കേറെ സന്തോഷമുണ്ട്. അദ്ദേഹം കൃഷിക്കാട് നാട്ടിൽ നിന്നാണ് വരുന്നത്. ബീഹാറിൽ നിന്ന്, ചമ്പാറിന്റെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ആ ചമ്പാറിലെ കൃഷിക്കാർക്ക് ആവേശം പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരരംഗത്തിറങ്ങുന്ന ഗാന്ധിജിയുടെ ഓർമ്മ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നിങ്ങൾക്കെല്ലാം വേണ്ടി, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കർഷക സംഘടനത്തിലെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഞാൻ ആദരപൂർവ്വം എൻ്റെ ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള
ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർജിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Kerala Pradesh Congress Committee, Honorable President Mullapalli Ramchandran ji, our young and dynamic opposition leader Ramesh Chalita ji, UDF convener M.M. Hassan ji, my old friend P.C. Chako ji, former Minister K.C. Thomas ji, PCC Office Bearer Anil Kumar ji, T. Sarat Chandra Prasad ji, Mohan Shankar ji, Sura Mant, Roesh Shekharan ji, Palo Du Ravi ji, Mohan Shankar, Sri Ram Riyash Hekaram, Panakand Suresh ji, Lal Kalpa Kawadi ji, I am sorry, I could not pronounce correctly. After few visits, I will be familiar with all names and all people. I am sorry to them. Here sitting other dignitaries, ladies and gentlemen, District Congress Committee presidents and chairmen of the different cells, frontier organizations, and my media friends. First of all, I will congratulate all of you, particularly PCC President and his team, for implementing all programs given by the AICC, particularly this anti-Kisan bill, and although in spite of epidemic COVID, you people try to implement and all programs so we can show or we can say that Congress party is very much concerned about the farmers, about the farm laborers, and particularly the whole agriculture. You know, when Modi ji came into power in 2014, he has given this assurance not only farmers, every section of the societies, that he will change their lifestyle, he will fulfill their problems. He promised unemployed youth
that every year at least 2 crore unemployed youth will be get engagement, and same time he gave this assurance to farmers community that their income will be doubled, their lifestyle will be changed. Everybody, every section of the society, they thought at that time that after becoming the Prime Minister, Modi ji will be change the entire nation and a new picture will emerge, or the country will be go in the right direction. With this impression, people supported him, give him full support. Ultimately, he formed the government. But after becoming the Prime Minister, after forming the NDA government, the things are going just a reverse direction. Now we are seeing the economic condition of our country. Unemployment is going very fast. There is no future. The young man, the unemployed youth, they have no see any future in the coming years. So, same thing we have seen farmers' condition. They are suffering most, but this government is just given assurance. Modi ji told that in the coming years I will double the income of the farmers. But what happened? You have seen that the Modi government, the central government, passed 3 bills which are totally against the farmers' interest. Then when we have seen that entire farmers community are against this bill because this is not in their interest. The farmers organization, large number of farmers organization, different part of the country, they also come out and they try their best to convince this government to not implement this anti-farmers bill or ordinance. But this government, we don't know what is the reason behind this. It is appear in the newspaper, some people wrote articles that it is only to give benefit to Modi ji's personal friend, corporate houses like Adani and Ambani. This bill has been introduced because after
the implementation of this bill, everything will be go to the corporate house. The farmers are very much concerned about USP. They are very much concerned about their price. They are not getting proper price. The Prime Minister has given, before 2014 election, during their campaign, they assured that Swaminathan Commission recommendation will be implemented toto, and the farmers will get the actual price of their produce. But what happened? There is no implementation of the Swaminathan Commission report. Mr. Thomas, who was a previously agriculture minister, he will explain what is the drawback of this bill, and it will be harm the interests of the farmers community. Mr. Modi is claiming, his government is claiming that after implementation of this bill, the lifestyle of the farmers will change, their income will be rise. But fact is different. There is no guarantee. Minimum price support, which is very important for the farmers community, although it is not sufficient, but at least the minimum support price is for a minimum guarantee for their produce. But this government is trying to slowly to stop the minimum support price. So, we the congressmen, our leadership, particularly Sonia ji, Rahul ji, even Priyanka ji, they all are in fighting against this bill. And the history shows that Congress party always stand with the farmer community, poor and farm laborers and other who are suppressed. So this time also, when the farmers community was very much upset with this bill, the Congress party came forward and with the farmers community we also started agitation against this anti-farmers bill in entire country, every state. So we want one side, the Modi ji claimed that this bill is benefited to the farmers community, but he never took farmers community into confidence. If really he think that this bill is in favor of farmers, it will make a bright future of the farmers community, then he should first consulted
to the farmers community, farmers organization, and take them into confidence. But he never tried. All of a sudden, he just think that there should be an ordinance, and after ordinance, it converted into bill and passed from the parliament. And you have seen, you have read in the newspaper, then how this bill passed in the Rajya Sabha. In the Rajya Sabha, the entire opposition united, and they were demanding for voting. I think for the first time it was happened. No, the deputy chairman has not allowed for voting. And just by the voice vote, this bill has been passed. What it shows? It shows this government has no faith on the democratic functioning. During 6 years, we have seen that all important organization, constitutional organization, slowly their power is curtailed, or somehow the government is taking over all the constitutional institutions. And this is very dangerous for our future, for our democracy, and for our constitution. So, I am sure that the farmers community will not stop their agitation unless this bill is not withdrawn. So, the Congress party will continue. If they will not listen, I am sure in the coming years, coming days, it will become a mass movement, a people's movement. And in democracy, the people's power, the people's mandate is more important than anyone. Modi ji think that his dictatorial attitude will accept by the Indian people. It will never. We will fight out, because Congress movement, Congress is not only a political party. Congress is a movement. Whenever any constitutional crisis, any people's demand come, Congress always stand. We fought against the British, and we will fight against those people, those parties, those leaders who are trying to demolish our Constitution's guideline. Constitution is for every country, Constitution is the heart of the nation. If there will anyone try to change or curtail the constitutional provision, it will be harm the entire nation. So this is the time for the Congress party to stand and to give this assurance to the farmers community that Congress party will never sit
silence unless this bill is not withdrawn. So, I am very sure Kerala Congress and you all are competent people, well organized, you understand the problem of the farmers, you understand the problem of the labor, poor community, and in the future we will try to take farmers community with us. In the end, I will say that this Modi government is failed in all the fronts. So now people are rethinking has been started in the entire country, because now people is feeling that they have been cheated by the BJP. So many assurance given during the election, after the election, but nothing has been done. Day by day, we are becoming a failed country. This is very dangerous. Some time before, we were fast growing country, and now the situation is just reverse. Our GDP, our per capita income, everything is going down, and this is very dangerous for the future of this country. In the last, I will say that our leader always stood against all misdeeds. Recently, you have read in the newspaper also that in UP, a young girl has been raped, and not only raped, the alleged rape and assault of the young Dalit woman in Hathras in Uttar Pradesh, leading to her death, and a rushed midnight cremation without the consent of his parents, his family. This is a new thing. Previously also this type of incident took place in our country, different parts of the country, but in the midnight her body has been burned by the police. This is to just the cover up what misdeed happened by the state government, by the state administration. They just want to cover up. Our leader Rahul ji, Priyanka ji, they wanted to go there to console them, this family, but the UP government was determined not to allow both the leaders to visit that family. What is the reason? Because they don't want that they will expose, the government will expose, if they will go there, the media will go there,
then everything will be come to the open, and it will be Yogi's government will be damaged. So this type of attitude, they want to finish any decent voice. They don't want, if anybody will speak against this government, Prime Minister, Chief Minister of BJP, immediately, and he will declare anti-national. The anti-national theory will start. So this is completely undemocratic. In the democracy, the opposition party has right to raise any question from the government, from the administration. But 2 days back, 3 days back, a journalist, a senior journalist from Kerala has been arrested when he was visiting Hathras. Can you imagine? And not only arrested, the anti-national act has been launched against him. So, where we are going, where our democracy is going, journalists cannot write, people cannot write, the social activists cannot speak. If they will speak, they will become urban Naxal. So what they want? They want one single party rule in this country. So my request that Kerala people, Kerala congressmen, you are politically conscious, you know how to deal this type of people. We should work hard. Our organization, our workers should know that Congress party is always fight against any injustice to any community. So the time has come to stand clearly with the farmers community. So I will conclude my speech with this hope. I do hope that in the coming months we are going to face local bodies election, and after few months assembly election. We are very hopeful that the people of Kerala mandate will be in our favor, but we have to work hard. We should not overconfidence. We should go to the people and take their confidence. So with these words, I am sure, I am very grateful to my leader, my Congress President Sonia ji, as well as our young dynamic leader Rahul ji, for giving me this opportunity to coordinate with the Kerala state leadership and Congress workers. I will try my best. I am not an observer, or I can say I am not a leader. I work with all these senior leaders
in different capacity time to time. So all are my good friend, and I will try my best to take all of them into the confidence, and in the future the Congress party will form the government in Kerala. With this hope, I will take your permission and conclude my speech. Jai Hind, Jai Kerala. വേദിയിലുള്ള സമുന്നതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സമയം വളരെ വൈകിയതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ കാർഷിക നിയമം 3 നിയമങ്ങളാണ് പാസ്സാക്കിയത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാനതൊന്ന് ക്രോഡീകരിച്ച് പറയാം. 3 നിയമങ്ങൾ പാസ്സാക്കിയതോടുകൂടി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ, ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ, അതോടൊപ്പം തന്നെ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ബിൽ, ഇത്തരം 3 നിയമങ്ങളാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഈ 3 നിയമങ്ങൾ പാസ്സാക്കിയത് കൊണ്ട് വാസ്തവത്തിൽ കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഒരു കാലത്ത് അമേരിക്കയുടെ മുമ്പിൽ PL 480 അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി കാത്തുനിന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്. അത് മാറി സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം എത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ഹരിത വിപ്ലവം സാധ്യമായതിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 3 നടപടികൾ സ്വീകരിച്ചു. ഒന്ന്, മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പുവരുത്തുക. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മിനിമം പ്രൈസ്. 2, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക, സംഭരിക്കുക. 3, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ഇത് വിതരണം ചെയ്യുക. അങ്ങനെയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് റേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ 3 സംവിധാനവും ഇത് വരുന്നതോടുകൂടി അട്ടിമറിക്കപ്പെടുകയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമായ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെ, ഫെഡറൽ സംവിധാനത്തെ ദോഷപ്പെടുത്തുന്ന ഒരു നടപടിയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന സംഭരണവും വിതരണവും വിലയും അട്ടിമറിക്കുന്ന ഒരു നടപടിയായിട്ട് ഇത് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖല തീരെഴുതി കൊടുക്കുന്ന ഒരു നടപടിയിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിച്ചേരുന്നത്. കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് വൻകിടക്കാരായ ആളുകളാണ്. അദാനി, അംബാനി അതുപോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ വന്നു ചേരുന്നതോടെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഈ മേഖലയിൽ ഉണ്ടാവുകയാണ്. നമ്മളെ അത്രയും ബാധിക്കില്ല. കൂടുതലായി ബാധിക്കുന്നത് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷ്യോൽപാദന സംസ്ഥാനങ്ങളെയും മേഖലകളെയുമാണ്. അവരെ ഉൽപ്പാദിപ്പിക്കുന്ന അവർ 2 വിളകളാണ് അവർക്കുള്ളത്, റാബി ആൻഡ് ഖാരിഫ്. ഈ 2 വിളകളിലൂടെ ചോളവും അരിയും ഗോതമ്പും ഒക്കെ അവർ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സംവിധാനം അത് മണ്ടിയിലേക്ക് പോവുക. മണ്ടി എന്നാണ് വിളിക്കുക, APMC. ആ മണ്ടികൾ ഓരോരുത്തരും, മണ്ടി എന്ന് പറഞ്ഞാൽ ചന്തയാണ് ഹിന്ദിയിലുള്ള അർത്ഥം, മാർക്കറ്റുകൾ.
APMCകൾ നിലവിലുള്ള APMC ആക്ട് തന്നെയുണ്ട്. ഈ നിയമം വരുന്നതോടുകൂടി APMC ആക്ട് ഇല്ലാതാവുകയാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് സബ്ജക്റ്റിനെ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് കൈയടക്കിയിരിക്കുന്നു. അവര് പൂർണ്ണമായും കാർഷികോൽപാദന കമ്പോള സമിതികളുണ്ട്. അവിടെയൊക്കെ ഇലക്ഷനാണ്. അതൊക്കെ കർഷകരെ ഇലക്ട് ചെയ്യുന്ന സമിതികളാണ് ഇതെല്ലാം. അതെല്ലാം അഗ്രികൾച്ചർ പ്രൊഡ്യൂസിംഗ് മാർക്കറ്റിംഗ് കമ്മിറ്റികളെല്ലാം ഇല്ലാതാവുന്നു. അവിടെ ആർക്ക് വേണമെങ്കിലും വിൽക്കാം, ആർക്ക് വേണമെങ്കിലും വാങ്ങാം, ഇഷ്ടമുള്ള വില തീരുമാനിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. അപ്പൊ BJP ഗവൺമെന്റ് പറയുന്നു മിനിമം സപ്പോർട്ട് പ്രൈസ് ഞങ്ങൾ, പക്ഷേ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തില്ലെങ്കിൽ ചോദിക്കാൻ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നത്. മണ്ടികൾ എല്ലാം തകരാൻ പോവുകയാണ്. അതിന് വരെ ഫ്രീ, ആർക്ക് വേണമെങ്കിലും വിൽക്കാം, ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ഏകീകൃത സ്വഭാവം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് കൃഷിക്കാരുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയാണ്. ഇന്ത്യയിലെ വൻകിട കുത്തകകൾക്ക് അവർക്കിഷ്ടപ്പെടുന്ന കമ്പോളങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ എലക്ട് ചെയ്യപ്പെടുന്ന മണ്ടികളാണുള്ളത്, മാർക്കറ്റിംഗ് കമ്മിറ്റികളാണ്. അതിന് പകരം റിലയൻസിന് എവിടെ വേണമെങ്കിലും മണ്ടി സ്ഥാപിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം, ഇഷ്ടമുള്ള വില കൊടുക്കാം. ഈ നിലയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് സാധാരണ കർഷകന് കഴുത്തറപ്പൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട ഗുരുതരമായ അവസ്ഥയാണ് ഇന്ത്യയിൽ വന്നു ചേരാൻ പോകുന്നത്. മൂന്നാമത്തെ പോയിന്റ്, കരാർ കൃഷി ആയിരിക്കും ഇന്ത്യയിൽ വ്യാപകമാകുന്നത്. ഇന്നിപ്പോ കർഷകൻ അവന്റെ ഭൂമിയിൽ അവനിഷ്ടമുള്ളത് വിതച്ച് വിളയിക്കുന്ന സാഹചര്യം ഒഴിവാക്കി പൂർണ്ണമായും കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്ക് നമ്മൾ മാറുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും ചിലയിടത്തൊക്കെ ഇതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള, ഇപ്പം കുട്ടനാട്ടിലൊക്കെ ഒരാൾ തന്നെ നിരവധി സ്ഥലങ്ങളെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് വൻതോതിലുള്ളതല്ല, അത് ഒരു കോർപ്പറേറ്റ് ഫാമിങ്ങിൻ്റെ സ്വഭാവത്തിലുള്ളതല്ല. ഇനിയും വരാൻ പോകുന്നത് എന്താണ്? പൂർണ്ണമായും വൻകിടക്കാർ കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്ക് മാറിയാൽ അത് കർഷകന്റെ വയറ്റത്തടിക്കുന്നതിന് തുല്യമായി മാറും. മറ്റൊരു അപകടകരമായ കാര്യം, ജനിതക മാറ്റം വന്നിട്ടുള്ള വിത്തുകൾ ഉപയോഗിക്കപ്പെടും എന്നുള്ളത് കാർഷിക മേഖലയുടെ കരുത്ത് തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതുപോലെ കാർഷിക മേഖലയിൽ നിന്ന് നാമമാത്ര കർഷകർ അവർ പൂർണ്ണമായും ഇല്ലാതാകും. അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതാവും. മുഴുവൻ വൻകിടക്കാരും കുത്തകക്കാരും കോർപ്പറേറ്റുകളും ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് അതുകൊണ്ടുണ്ടാകുന്ന വലിയ തോതിലുള്ള പ്രതിസന്ധികളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അതുപോലെ ഇന്ന് കർഷകന് സേവനം സൗജന്യമായി ലഭ്യമാണ്. അതെല്ലാം മാറി അവന് വില കൊടുത്ത് സേവനങ്ങൾ വാങ്ങേണ്ട അവസ്ഥയുണ്ടാകും. അപ്പൊ പൂർണ്ണമായും ഒരു കോമ്പറ്റീറ്റീവായിട്ട് മത്സരാധിഷ്ഠിതമായ കമ്പോള സംസ്കാരത്തിലേക്ക് അഗ്രികൾച്ചറിനെ മാറ്റുന്ന അതിവിപുലമായ പ്രയാസങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിന് കേരളത്തെ എങ്ങനെ ബാധിക്കും? കേരളത്തിൽ മണ്ഡി സംവിധാനമില്ലതുകൊണ്ട് APMC ആക്ട് ഇവിടെ നിലവിലില്ല. പക്ഷേ എനിക്ക് കേരള ഗവൺമെന്റിനോട് പറയാനുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർഷകന് ഈ നിയമം വന്ന സാഹചര്യത്തിൽ കർഷകന് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം കേരള ഗവൺമെന്റ് നിയമസഭയിൽ പാസ്സാക്കണം. ഞാൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, നമ്മൾ പുതിയ ആക്ട് വന്നതിന്റെ സാഹചര്യത്തിൽ നമ്മുടെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മിനിമം സപ്പോർട്ട് പ്രൈസ്, പ്രത്യേക താങ്ങുവിലയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഈ സമ്മേളനത്തിന്റെ
ആദ്യത്തെ ആവശ്യമായി നമുക്കത് പറയാം. മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പുവരുത്താൻ നിയമനിർമ്മാണം കേരള ഗവൺമെന്റ് പാസ്സാക്കണം. 2, കാരണം ഇപ്പോൾ നിയമനിർമ്മാണം ഉള്ളത്, ഇപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് ഉള്ളത് പെരിഷബിൾ കമ്മോഡിറ്റിക്ക് മാത്രമാണ്. എന്ന് വെച്ചാൽ വെജിറ്റബിൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് ഇപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ട്. പക്ഷേ മറ്റൊന്നിനുമില്ല. മറ്റൊന്നിനും ഇല്ലാതിരുന്നതിൻ്റെ കാരണം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആക്ട് ഗവേൺ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴും ഇവിടെ അത് നിലനിൽക്കുന്നെങ്കിലും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കർഷകനെ ചൂഷണം ചെയ്ത് മിനിമം സപ്പോർട്ട് പ്രൈസിൽ താഴെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അവസ്ഥ കേരളത്തിലുണ്ടാകും. അത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിസാര വിലയ്ക്ക് വൻകിടക്കാരായ ആളുകൾ കേരളത്തിന്റെ ഭൂമി തട്ടിയെടുക്കുമോ? സാധ്യത വളരെ കൂടുതലുണ്ട്. റിലയൻസ് വന്ന് തരിച്ചു കിടക്കുന്ന ഭൂമി മുഴുവൻ ഏറ്റെടുത്താൽ ആ സാഹചര്യം ഗൗരവതരമായി മാറും. അത് ഒഴിവാക്കണം. അതുപോലെ തന്നെയാണ് കേരളത്തിലും സഹകരണ മണ്ടികളില്ല, പക്ഷേ സഹകരണ മാർക്കറ്റിംഗ് സമ്പ്രദായം നമുക്കുണ്ട്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, ജനറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഇതെല്ലാം കാലാന്തരത്തിൽ ഇല്ലാതായി മാറും. അതും നമ്മൾ കേരളത്തെ ഗുരുതരമായി. അപ്പം ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണത്തിന് തയ്യാറാകണം. ഇപ്പം രാജസ്ഥാൻ ഗവൺമെന്റും പഞ്ചാബ് ഗവൺമെന്റും APMC നിലനിർത്താൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണത്തെ പറ്റി ആലോചിക്കുകയാണ്. അതുകൊണ്ട് കേരള ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കർഷകന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പുവരുത്താനും അവൻ്റെ ജനിതക മാറ്റം ഉള്ള വിത്തുകൾ വരാതിരിക്കാനും തുടർന്നുള്ള കർഷക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം. രണ്ടാമതായി ഞാൻ അവസാനമായി പറയാനുള്ളത്, ഈ നിയമത്തിനെതിരായി പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ ഞാൻ ഈ നിയമത്തിനെതിരായി ഹർജി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ കർഷകന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു നിയമത്തോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഇത് റദ്ദാക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. അത് എത്രയും പെട്ടെന്ന് അതിനുള്ള ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്ന് കൂടി അറിയിക്കട്ടെ. ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്തത്, ഇന്ന് കേരളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ ഭേദഗതി വരുത്താൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്ന ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നു. AK ബാലൻ അധ്യക്ഷനായിട്ടുള്ള സബ് കമ്മിറ്റി രൂപീകരിച്ച് ആ സബ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് മന്ത്രിമാരും എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് സർവ്വ അധികാരങ്ങളും മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ചട്ട ഭേദഗതിക്ക് വേണ്ടി ഗവൺമെന്റ് മന്ത്രിസഭയുടെ ഉപസമിതി ശുപാർശ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. റവന്യൂ മന്ത്രിയും ജലസേചന മന്ത്രിയും ഇതിനെ എതിർത്തുവെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയും സെക്രട്ടറിമാർക്കും കൂടുതൽ അധികാരം നൽകുന്നു. മന്ത്രിമാർ വെറും നോക്കുകുത്തികളായി മാറും. ഐക്യമുന്നണി സംവിധാനമാണ് കേരള, കൊയിലേഷൻ ഗവൺമെന്റുകളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഭരണ സംവിധാനത്തെ തന്നെ തകർക്കുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ കയ്യിൽ മുഴുവൻ അധികാരവും കേന്ദ്രീകരിപ്പിക്കുവാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അത് ഈ കോവിഡ് കാലത്ത് നമ്മൾ ഉന്നയിച്ച അഴിമതികൾ, ചട്ടവിരുദ്ധമായ നിയമവിരുദ്ധമായ വിവിധ മന്ത്രാലയങ്ങൾ കാണാതെ ചെയ്യുന്ന നടപടികളെ അതിനെ നാളുകളിൽ അതൊന്നുമില്ലാതെ തന്നെ ചെയ്യാനുള്ള അധികാരം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയും ഒരു സെക്രട്ടറിയും വിചാരിച്ചാൽ എല്ലാം നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ മാറ്റം വരുത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ പ്രതിപക്ഷം
എതിർക്കുമെന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ജനാധിപത്യമാണ്. മുഖ്യമന്ത്രി ഈസ് വൺ അമംഗ് ദ ഈക്വൽസ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ക്യാബിനറ്റ് സിസ്റ്റത്തിൽ ഈസ് വൺ അമംഗ് ദ ഈക്വൽസ്. അദ്ദേഹം എല്ലാ മന്ത്രിമാരും സമന്മാരാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, മന്ത്രി എന്നുള്ള നിലയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആസ് എ മിനിസ്റ്റർ എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അല്ലാണ്ട് മുഖ്യമന്ത്രി എന്നോ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്നോ ഒന്നും പറഞ്ഞല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊയിലേഷൻ ധർമ്മത്തിനെതിരാണ്. കൊയിലേഷൻ ധർമ്മത്തെ ഇല്ലാതാക്കുന്നു. മന്ത്രിമാരുടെ അവകാശങ്ങൾ മുഖ്യമന്ത്രി കവർന്നെടുക്കുന്നു. മന്ത്രിമാർ ഫയലുകൾ കാണണ്ട, മുഖ്യമന്ത്രിയും സെക്രട്ടറിയും തമ്മിൽ കണ്ടാൽ മതി എന്നുള്ള നരേന്ദ്രമോദിയുടെ അതേ നയം നടപ്പാക്കാനാണ് ഇവിടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യത്തിനും ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ്സിനും എതിരായ നടപടിയാണ്. അതിനെ ശക്തമായി തന്നെ നമ്മൾ എതിർക്കും. ഇങ്ങനെയുള്ള ആലോചന മുളയിലെ തന്നെ നുള്ളാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. ഇത് ജനാധിപത്യത്തെ അപഹസിക്കലാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ സ്പിരിറ്റിനെതിരാണ്. ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റിനെതിരാണ്. ക്യാബിനറ്റ് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടികളാണ്. അതുകൊണ്ട് റൂൾസ് ഓഫ് ബിസിനസിൽ മാറ്റം വരുത്തിക്കൊണ്ട് സർവാധികാരിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ അധികാരം കൂടെ കിട്ടിയാൽ മറ്റ് മന്ത്രിമാർക്ക് 7 കാശിന്റെ വില കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതിനുവേണ്ടി കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതിയെ, ഈ ചട്ട ഭേദഗതിയെ, റൂൾസ് ഓഫ് ബിസിനസിൽ വരുത്താൻ പോകുന്ന ഭേദഗതിയെ നമ്മൾ എതിർക്കുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രീ താരിഖ് അൻവർജി ഹാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽസ് about these 3 bills, and our President Sri Mullapalli Ramachandran has added all the important significance of this bill, so I don't want to go into the details. The people of Kerala is completely standing behind the honorable leader Sri Rahul Gandhi and Priyanka Gandhi, and we will continue our fight against the Narendra Modi's draconian laws, and we will fight up to the last, so that the Indian farmers will get justice. Thank you. പ്രിയങ്കരനായ UDF കൺവീനർ ശ്രീ M.M. ഹസൻ. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ബഹുമാന്യനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവർജി, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയപ്പെട്ട ശ്രീ PC ചാക്കോ, ശ്രീ പ്രൊഫസർ KV തോമസ്, KPCCയുടെ മറ്റ് ഭാരവാഹികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, കർഷക കോൺഗ്രസിൻ്റെ നേതാക്കളെ, പാർലമെന്റ് പാസാക്കിയ 3 കർഷക വിരുദ്ധ നിയമങ്ങൾ, കരിനിയമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി അലയടിച്ചു വരികയാണ്. ആ പ്രതിഷേധത്തിൽ, ആ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളവും അതിൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രഖ്യാപനമാണ് ഈ കർഷക സംഗമത്തിലൂടെ നടത്തിയത്. ബഹുമാന്യനായ AICC ജനറൽ സെക്രട്ടറിയും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ കരിനിയമങ്ങളുടെ ഏറ്റവും വലിയ ആപത്തുകളെക്കുറിച്ച്, അപകടങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ കർഷകർക്ക് നേരെ ഉണ്ടാവുന്ന എല്ലാ ദ്രോഹ നടപടികളെയും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുവാനുള്ള ബാധ്യതയുള്ള ഒരു പ്രസ്ഥാനമാണ്. അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി ഇവിടെ സൂചിപ്പിച്ചു, സ്വാതന്ത്ര്യ സമര കാലത്ത് കൃഷിഭൂമി കർഷകര് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ ആ മുദ്രാവാക്യം നടപ്പിലാക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് വന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആദ്യം ഏറ്റെടുത്ത് നടത്തിയ ഒരു സമരം
ചമ്പാരനിലെ കൃഷിക്കാർക്ക് എതിരായി ബ്രിട്ടീഷുകാർ പടച്ചുണ്ടാക്കിയ കരിനിയമങ്ങൾക്കെതിരായിട്ടായി. അവരെ ചൂഷണം ചെയ്ത് മുതലാളിമാർക്ക് വേണ്ടി, വെള്ളക്കാരായ മുതലാളിമാർക്ക് വേണ്ടി നീല കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് കരിനിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോരാട്ടം നടത്തിയ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി പഞ്ചാബിലും ഹരിയാനയിലും കൃഷിക്കാരൻ്റെ വാഹനമായ ട്രാക്ടറിലൂടെ ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൃഷിഭൂമി കർഷകന് എന്ന് വിളിച്ച കോൺഗ്രസിന്റെ ഭരണം, കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഇന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? കൃഷിഭൂമി അംബാനിമാർക്കും അദാനിമാർക്കും എന്നാണ്. കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ കൃഷിഭൂമി അടിയറവയ്ക്കുക. കഴിഞ്ഞ ബജറ്റിലൂടെ ആകാശവും ഭൂമിയും ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഇന്നിതാ കൃഷിഭൂമി മുഴുവൻ കൃഷി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക. പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും AICC സെക്രട്ടറിയും വിശദീകരിച്ചു. നാടിന്റെ നട്ടെല്ലാണ് കർഷകൻ എന്ന അഭിമാനത്തോടു കൂടി പറയുന്നവരാണ് നമ്മൾ മലയാളികൾ പറയും അന്നദാതാവായ പൊന്നു തമ്പുരാൻ. ആ അന്നദാതാവായ പൊന്നു തമ്പുരാന്റെ യഥാർത്ഥ പ്രതിനിധികളാണ് നമുക്ക് ആഹാരമുണ്ടാക്കി തരുന്ന, ഭക്ഷണമുണ്ടാക്കി തരുന്ന ഈ കർഷകർ. ആ കർഷകർക്ക് എല്ലാ കാലത്തും, കോൺഗ്രസ് ഭരണകാലത്ത് എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. അവൻ കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്നവരാണ് കേരളത്തെ സംബന്ധിച്ച്. അവർക്ക് പ്രൊട്ടക്ഷൻ എന്താണ്? അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില, താങ്ങുവില, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു, പൊതുസംഭരണം, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടാൻ സ്വതന്ത്രമായ വിപണികൾ, അവർക്ക് എല്ലാത്തരം ചൂഷണത്തിൽ നിന്ന് അവരെ മുക്തരാക്കാൻ സഹകരണാടിസ്ഥാനത്തിലുള്ള കൃഷി, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അങ്ങനെയാണ് കൃഷിക്കാരെ സംരക്ഷിച്ചിട്ടുള്ളത്, നിലനിർത്തിയിട്ടുള്ളത്. ഇന്നതെല്ലാം തകരുകയാണ്. താങ്ങുവില ഇല്ലാതാവുന്നു. കരാർ കൃഷി വ്യാപിപ്പിക്കുന്നതിലൂടെ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ ഇല്ലാതാവുകയാണ്. കൃഷിഭൂമി മുഴുവനും അവർ കൈയടക്കുക. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമ്മുടെ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരിക്കുമ്പോഴാണ്. കാർഷിക കടങ്ങൾ കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്തപ്പോൾ മൻമോഹൻ സിംഗിന്റെ സർക്കാർ 72,000 കോടി രൂപ കാർഷിക വായ്പകൾ എഴുതിത്തള്ളിയ പാരമ്പര്യമുള്ള ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ് നമ്മൾ. ആ പാരമ്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം, ഈ പോരാട്ടം അതിശക്തമായി തുടരുമ്പോൾ അതിന്റെ പിന്നിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ പ്രഖ്യാപനം നടത്തിയിരിക്കും. കേരളത്തെ സംബന്ധിച്ച് കൃഷിമന്ത്രി പറഞ്ഞു, ഇത് വാസ്തവത്തിൽ കേരളത്തിൽ വലിയ മുഴുവൻ ബാധകമല്ല, ശരിയാണ്. പക്ഷേ വിത്ത് മുതൽ വിപണി വരെ കർഷകർക്ക് സംരക്ഷണം നൽകുന്ന കേരളത്തിൻ്റെ കാർഷിക നയം ഞങ്ങൾ പിന്തുടരും. എന്തുകൊണ്ട് ഇതുവരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ UDFന്റെ പേരിൽ അദ്ദേഹം കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ സർക്കാരിന് ഇന്ന് ആവശ്യപ്പെട്ടു, പ്രതിപക്ഷ നേതാവോട് ആവശ്യപ്പെട്ടല്ലോ, എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസിന് നിയമനിർമ്മാണം ഉണ്ടാക്കണം. ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ കരിനിയമങ്ങളെതിരായിട്ടുള്ള ബദൽ നിയമത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അയച്ചു എന്ന് പത്രത്തിൽ നമ്മൾ വാർത്ത വായിച്ചു. അതിലിതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ആ ഒരു മാതൃകയിൽ AICC തയ്യാറാക്കിയ ഒരു ഡ്രാഫ്റ്റ് അത് കേരളത്തിൽ സ്വീകരിക്കാൻ അവർക്ക് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കരിനിയമങ്ങളിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കാനുള്ളതാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾ ഭരിക്കുന്ന പഞ്ചാബിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമെല്ലാം അത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് നമ്മൾ പത്രവാർത്ത വായിച്ചു. കേരളത്തിലും അതുപോലൊരു നിയമം, അതേ തരത്തിലുള്ള നിയമം, അതിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കൃഷിക്കാർക്ക് എന്തുമാത്രം ദുരിതം അനുഭവിക്കേണ്ടി വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. UDF ഗവൺമെന്റ് നടപ്പിലാക്കിയ കൃഷിക്കാരെ സംരക്ഷിക്കുന്ന എല്ലാ പരിഷ്കാരങ്ങളും അട്ടിമറിച്ച തകർത്തൊരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. അത് നെൽകൃഷിക്കാരായാലും നാളികേര കൃഷിക്കാരായാലും റബ്ബർ കൃഷിക്കാരായാലും എല്ലാവരെയും അവരെല്ലാം തകർത്ത്, അവരുടെ താല്പര്യങ്ങളെല്ലാം തകർത്ത സർക്കാരാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കരിനിയമങ്ങളെ പൂർണ്ണമായും അതിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കാൻ കേരളത്തിലും അതിശക്തമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാവണമെന്ന ആവശ്യം ഇന്ന്
നമ്മുടെ ഈ കർഷക സംഘം ഉയർത്തിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും കൃഷിക്കാരുടെ ഈ തരത്തിലുള്ള ദ്രോഹ നടപടികൾക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം എല്ലാം ശക്തമായി മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഈ പ്രതിജ്ഞ ഒന്നുകൂടി പുതുക്കുന്ന ഈ അവസരത്തിൽ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ബഹുമാന്യനായ മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ PC ചാക്കോ ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, our AICC ഇൻചാർജ് മൈ എസ്റ്റീംഡ് ഫ്രണ്ട് ശ്രീ താരിഖ് അൻവർജി, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, UDF കൺവീനർ ശ്രീ MM ഹസൻ, വേദിയിലുള്ള KPCCയുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചു. അപ്രതീക്ഷിതമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രസംഗിച്ചത് നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. രണ്ട് കാര്യങ്ങളാണ് ദേശീയ തലത്തിലുള്ള കർഷക പ്രക്ഷോഭണത്തിൻ്റെ അടിസ്ഥാനം. ഒന്ന്, ജൂൺ മാസം 20-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന 3 ഓർഡിനൻസുകൾ, പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അവർ പാസ്സാക്കിയെടുത്ത ബില്ലുകളാക്കി മാറ്റിയ ആ 3 നിയമനിർമ്മാണങ്ങൾ, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, ഫാർമേഴ്സ് പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് ആക്ട്, അതുപോലെ തന്നെ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ആക്ട്. ഈ 3 നിയമങ്ങളും കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി നമ്മുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചത് ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് ഏത്, കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഏത് എന്ന് വ്യവസ്ഥയുണ്ട്. കൃഷി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യമാണ്. ഷെഡ്യൂൾ 7. എങ്ങനെ സംസ്ഥാനങ്ങളോട് ചോദിക്കാതെ കൃഷിയുടെ കാര്യത്തിൽ ഒരു നിയമം പാസാക്കാൻ കഴിയും? ശ്രീമതി സോണിയാഗാന്ധി എല്ലാ BJP ഇതര സംസ്ഥാനങ്ങളോടും പറഞ്ഞു, നിങ്ങൾ നിയമം പാസ്സാക്കണം. ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ അഗ്രികൾച്ചർ മിനിസ്റ്ററോട് സംസാരിച്ചു. അത് ശ്രീ രമേശിന്റെ ആവശ്യം ഇന്ന് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു വാർത്തയാണ്. അതായത് കേരള ഗവൺമെന്റ് മിനിമം സപ്പോർട്ട് പ്രൈസ് അഷ്വർ ചെയ്യുന്ന നിയമനിർമ്മാണം കൊണ്ടുവരണം എന്നാണ്. MSP അതൊരു കാര്യം. രണ്ടാമത് പ്രൊക്യൂർമെന്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ വലിയ നെല്ലൊന്നും ഉണ്ടാക്കുന്ന സംസ്ഥാനമല്ല. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് ഈ പ്രശ്നത്തിന്റെ ഒരു ചെറിയ അംശം കാണാം. ശ്രീ താരിഖ്, we are not producing rice in Kerala, but if you travel from Alappuzha to Changanaശ്ശേരി, there are heaps of rice. Rice, after harvesting, it is prepared and it is covered with plastic. There is nobody to procure and the farmers are not getting price. നാളെ ഇത് അംബാനിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ, നാളെ ഇത് വൻകിട കമ്പനികളാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് പരസ്പരം ഒരു കാർട്ടൽ രൂപീകരിച്ച് തീരുമാനിക്കാം. 10 രൂപയ്ക്ക് മേടിച്ചാൽ മതി തീരുമാനിക്കാം. UPA ഗവൺമെന്റിന്റെ 10 വർഷം 700 രൂപ 1 കിലോ നെല്ലിന് വിലയുണ്ടായിരുന്നത് മൻമോഹൻ സിംഗിന്റെ ഭരണം അവസാനിക്കുമ്പോൾ 1700 രൂപയായി. അപ്പോ കോസ്റ്റ് ഓഫ് പ്രൈസ് CACP അഗ്രികൾച്ചറൽ കോസ്റ്റ് ഓഫ് പ്രൈസസ് കമ്മീഷൻ അനുസരിച്ച് ചെലവ് കണക്കാക്കി മിനിമം സപ്പോർട്ട് പ്രൈസ് തീരുമാനിക്കുന്ന സംവിധാനം, ആ മിനിമം സപ്പോർട്ട് പ്രൈസിന് സംഭരിക്കുന്ന തീരുമാനം, അത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കാത്തവണ്ണം, ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായി നിന്നാലും നമ്മുടെ ജനങ്ങൾ പട്ടിണി കിടക്കാത്തവണ്ണം നമ്മുടെ ഗോഡൌണുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇവിടെ KV തോമസ് ഇരിപ്പുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞു ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവരണം. തോമസ് മാസ്റ്റർ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അവതരിപ്പിച്ച് പാർലമെന്റിൽ എഴുന്നേൽക്കുന്ന ദിവസം ഞാൻ ഓർക്കുന്നു. ശ്രീ മുല്ലപ്പള്ളി അടക്കം ഞങ്ങളൊക്കെ പാർലമെന്റിലുണ്ട്. ഡെസ്കിൽ കൈയടിച്ച് കൈവേദനിക്കുന്ന ആ ദിവസം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എത്ര അഭിമാനത്തോടു കൂടിയാണ് ഇറങ്ങി വന്നത്. ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ വൻപന്മാരായ കുത്തകളുടെ കയ്യിലേക്ക് പ്രൊക്യൂർമെന്റ് ഇല്ലാതെ, മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ലാതെ ഇവിടെ കോൺട്രാക്ട് ഫാമിംഗിലേക്ക് ഇന്ത്യയെ തള്ളിവിടുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ട് അതിനെ എതിർക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ
ആയിരക്കണക്കിന് കൃഷിക്കാർ, അത് കൃഷിക്കാരൻ്റെ തൊപ്പിയാണ് ഈ പാളത്തൊപ്പി. ഇത് ധരിച്ച് ശ്രീ ലാൽ വർഗീസിന് വേണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ഇവിടെ നടത്താമായിരുന്നു പ്രതിഷേധം. നമ്മൾ 3 കാര്യം തീരുമാനിച്ചു. ഒന്ന്, നമ്മൾ രാജ്ഭവനിലേക്ക് പോയി. ഇന്ന് നമ്മളിവിടെ കൺവെൻഷനാണ്. ഇനി നമ്മൾ ഒപ്പിട്ട്, നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഒപ്പിട്ട് 2 കോടി ജനങ്ങളുടെ ഒപ്പിട്ട് ഗവൺമെന്റിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇത് AICC വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ച സമരപരിപാടിയുടെ ഭാഗമാണ്. ഈ കോവിഡ് റെസ്ട്രിക്ഷൻ കൊണ്ടാണ് നമ്മൾ കുറച്ച് പേര് മാത്രം ഇവിടെ ഇരുന്ന് കൂടുന്നത്. നമ്മുടെ രാജ്യത്ത് ഈ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ പിച്ച് ചിന്തിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന, കർഷകരെ ദ്രോഹിക്കുന്ന ഈ മോഡി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ദേശീയ തലത്തിൽ നമ്മൾ നടത്തുന്നത്. അതെല്ലാ തരത്തിലും വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണ്. സാധാരണഗതിയിൽ AICC ഒരു പരിപാടി ഇട്ടാൽ സംസ്ഥാനങ്ങളോട് നടത്താൻ പറയും. ബട്ട് താരിഖ് ഹാസ് ടേക്കൺ സ്പെഷ്യൽ കെയർ ടു കം ഹിയർ ആൻഡ് ടു ബി വിത്ത് us on this occasion, and he has come all the way to participate in our seminar today. നമുക്കതുകൊണ്ട് ഇതാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും അസംബ്ലി തെരഞ്ഞെടുപ്പുകളും ഒക്കെ ആസന്നമായിരിക്കുന്നു. ഈ കേരളത്തിലെ അഴിമതി ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ റബ്ബറിന് സപ്പോർട്ട് പ്രൈസ് തീരുമാനിച്ചു. ഏത് സാധനത്തിനും സപ്പോർട്ട് പ്രൈസ് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സപ്പോർട്ട് പ്രൈസ് തീരുമാനിച്ച്, മിനിമം താങ്ങുവില തീരുമാനിച്ച്, അത് സംഭരിക്കാത്തിടത്തോളം കാലം മോഡി പ്രസംഗിച്ചത് 2014 ആദ്യമായി 2009 വരുമ്പോൾ പറഞ്ഞത് കർഷകന് ഇരട്ടി ലാഭം, കർഷകന് സർവ്വ ചെലവും കഴിഞ്ഞ് 50% ലാഭം. ഇതാണ് 2009 മോഡി പ്രസംഗിച്ചത്. മോഡിക്ക് വോട്ട് കിട്ടിയത് അവിടെ നിന്നാണ്. സ്നേഹിതരെ, 2009 ശേഷം ഇന്ന് വരെ കർഷകന് ലാഭമുണ്ടോ? ഏതെങ്കിലും ഒരു ക്രോപ്പ് ഉണ്ടാകുന്ന കാലത്ത് അന്ന് ഏറ്റവും വില കുറവാണ്. കർഷകനാണ് ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർഷക ജനതയുടെ മോചനത്തിന് വേണ്ടിയുള്ള മഹാപോരാട്ടമാണ് ഈ സെമിനാറിലൂടെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പങ്കെടുത്ത് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാന നിമിഷം വരെ ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതുപോലെ ഈ ഗവൺമെന്റ് അസംബ്ലി വിളിച്ചു കൂട്ടണം, അസംബ്ലി വിളിച്ചു കൂട്ടി നിയമം പാസ്സാക്കണം. രാജസ്ഥാനിൽ പാസ്സാക്കാൻ പോകുന്നു, പഞ്ചാബിൽ പാസ്സാക്കാൻ പോകുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒരു ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് അതിന്റെ നാവറത്ത് 15 ദിവസം മരണത്തോട് മല്ലടിച്ച് കിടന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എല്ലാ എതിർപ്പുകളെയും ഭേദിച്ചുകൊണ്ട് കടന്നു ചെന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ആ കുട്ടിയുടെ അമ്മയെ ചേർത്ത് നിർത്തുന്ന പടം നിങ്ങൾ കണ്ടില്ലേ? അവിടെ നിന്ന് അവർ ഡൽഹിയിലേക്ക് വന്നില്ല, അവർ നേരെ ഹരിയാനയിലേക്കാണ് പോയത്. ഹരിയാനയിലെ ബോർഡറിൽ അവരെ തടഞ്ഞെടുത്ത് കുത്തിയിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം ഒരു ട്രാക്ടറിൽ ഹരിയാനയിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? മുഖ്യമന്ത്രിമാരും PCC പ്രസിഡന്റുമാരും ഒക്കെ രാഹുൽ ഗാന്ധിയോടൊപ്പം സംസാരിക്കുക. കർഷകര് ഇന്ന് നമ്മെ നോക്കുന്നു. ഇന്ത്യ ഒരു കർഷക രാജ്യമാണ്. കർഷകരുടെ മോചനത്തിന് വേണ്ടി അവർ നമ്മളെ നോക്കുകയാണ്. അതുകൊണ്ട് കർഷകർക്ക് വേണ്ടിയുള്ള വിമോചന സമരമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ആ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ കൃഷിക്കാരെ എങ്ങനെ സംരക്ഷിക്കാം, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം വില പ്രഖ്യാപിക്കാൻ കഴിയുമാറ് സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ട്, ഭരണഘടന അധികാരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമനിർമ്മാണം നടത്തണം എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനവും കേന്ദ്രവും വീതിച്ച് ഭരണഘടനാ വ്യക്തമായി നിർവചിച്ചിട്ടുള്ള നിയമങ്ങളിൽ കൈകടത്തി ഫെഡറലിസം തകർക്കുന്ന കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം, പ്രഖ്യാപനം. ഇതെല്ലാം അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രം ഏറ്റെടുക്കാൻ കഴിയുന്ന, KPCCക്ക് മാത്രം ഏറ്റെടുക്കാൻ കഴിയുക. അത് വിജയിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളിലും നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്നെനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാ അഭിവാദനങ്ങളും നേർന്നുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാന്യനായ മുൻ കേന്ദ്ര കൃഷി മന്ത്രി കൂടിയായ ശ്രീ KV തോമസ്. അധ്യക്ഷൻ, പ്രിയങ്കരനായ KPC President Mullapalli Ramachandran, my colleague in the Parliament, Sri Tariq Anwar, who is in charge of the Kerala state, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നമ്മുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട UDF കൺവീനർ MM ഹസൻ, PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഇവിടെ വളരെ വിശദമായി കഴിഞ്ഞ പാർലമെൻറ്റിൽ
BJP ഗവൺമെൻറ് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയെടുത്ത 3 കാർഷിക നിയമ ഭേദഗതികളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി ഈ 3 കാർഷിക ഭേദഗതി നിയമങ്ങൾ മാറാൻ പോവുകയാണ്. ഒന്ന്, പാർലമെൻറ്റിൻ്റെ ചരിത്രവും പാർലമെൻറ്റിൻ്റെ നിയമങ്ങളും പാർലമെൻറ്റ് അനുഷ്ഠാനങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. പാർലമെൻറ്റിൽ നിയമം വരുമ്പോൾ അതിൻ്റെ കുത്തും കോമയും വരെ 3 പ്രാവശ്യം വായിച്ച് അത് 3 പ്രാവശ്യം ചോദിച്ച് ആണ് അത് സ്പീക്കർ പാസ്സാക്കിയെടുക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വോട്ടിന് ചോദിക്കാം. വോട്ട് ചോദിച്ചാൽ അത് ശബ്ദവോട്ട് കൊണ്ടല്ല, അംഗങ്ങൾ പറയുന്നത് പോലെ ഇപ്പോഴത്തെ സിസ്റ്റമാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിലൂടെ നടത്തും. ഇതൊന്നുമില്ലാതെ ഇത്രയും സുപ്രധാനമായ നിയമം, ഈ നിയമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ കേട്ട മുദ്രാവാക്യമുണ്ട്: അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത സർക്കാരെ നിൻ്റെ കൊടിമരങ്ങൾ വീഴട്ടെ. ഇന്ന് ആ മുദ്രാവാക്യമില്ല. എന്താ കാരണം? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ അന്നത്തെ 33 കോടി ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ബർമയിൽ നിന്ന് അരി വരണം, PL 480 അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് വരണം, തുണിത്തരങ്ങൾ ബ്രിട്ടനിൽ നിന്ന് വരണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വരുന്ന 3 വർഷക്കാലത്തേക്ക് ഏത് പ്രകൃതി ദുരന്തം വന്നാലും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് എന്ന മഹാമാരിയെ നേരിടുമ്പോൾ ഇന്ത്യയിൽ പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഗോഡൗണുകളിൽ 3 വർഷക്കാലത്തേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, സോണിയാഗാന്ധി മുൻകൈയെടുത്ത് പാർലമെൻറ്റിൽ ഐക്യകണ്ഠേന പാസ്സാക്കിയെടുത്ത ഭക്ഷ്യസുരക്ഷാ നിയമം മൂലം ഇന്ത്യയിലെ 67% ജനങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം നിയമം മൂലം ലഭ്യമാകുന്നു. ബാക്കിയുള്ള 37% ആളുകൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകും. ലോകത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട, അനുമോദിക്കപ്പെട്ട ഒരു നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഈ പുതിയ ഭേദഗതി വന്നതോടുകൂടി കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസാണ്. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് ഓരോ വർഷവും കർഷകരുടെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും പ്രതിനിധികളടങ്ങുന്ന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അത് MS സ്വാമിനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കർഷക ചെലവിൻ്റെ 1.5% ഇരട്ടി കൊടുക്കണം. അതാണ് അതിൻ്റെ തീരുമാനം. ഇന്ന് MSP നിർത്തലാക്കിയതോടുകൂടി നമ്മുടെ കാർഷിക രംഗത്ത് അനിശ്ചിതത്വം വരികയാണ്. മാത്രമല്ല, ഇത് സ്വകാര്യ മേഖലയിലേക്ക് മാറുമ്പോൾ കർഷകൻ എന്തുൽപ്പാദിപ്പിക്കണം, അവൻ ഏത് വിലയ്ക്ക് വിൽക്കണം എന്നൊരു തീരുമാനിക്കാൻ പോകുന്നത് സ്വകാര്യ മേഖലയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന 73 വർഷങ്ങൾക്ക് മുമ്പ് നാം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഉണ്ടായിരുന്ന പട്ടിണി കാലഘട്ടം, ആ പട്ടിണി കാലഘട്ടത്തിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ തള്ളിവിടുന്ന ഒരു നിയമമാണ്. ഭക്ഷ്യമേഖലയെ സംബന്ധിച്ചിടത്തോളവും കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻ, നമ്മുടെ സാമ്പത്തിക മേഖലയുടെ അടിത്തറയാണ്. ആ അടിത്തറയാണ് തകരാൻ പോകുന്നത്. ഒരു കാലത്ത് ഈ രാജ്യത്ത് ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്: ജയ് ജവാൻ ജയ് കിസാൻ. ആ മുദ്രാവാക്യത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതൊക്കെ തകർത്തു കൊണ്ടുപോകുന്ന ഒരു ബില്ലായതുകൊണ്ടാണ് ഇത്രമാത്രം രാജ്യവ്യാപകമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. ആ കർഷക പ്രക്ഷോഭത്തിൽ കേരളത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമരവുമായി പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ശ്രീ താരിഖ് അൻവറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.